സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ. ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമായി ആൾത്താരയിൽ നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥനായി സ്നേഹനിധിയായി ആൾത്താരയിൽ നമ്മളോടൊപ്പമായിരിക്കുന്ന സർവശക്തനും കാരുണ്യവാനുമായ നല്ല ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നന്ദിയോടെ ഓർത്ത് നമുക്ക് ആരാധിക്കാം. ഇത്രമാത്രം സ്നേഹത്തോടെ, ഇത്രമാത്രം കരുതലോടെ, ഇത്രമാത്രം കരുണയോടെ നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്ന നല്ല ദൈവം. ഈ കൃപയുടെ സമയം കർത്താവിൻ്റെ കാരുണ്യവും സ്നേഹവും അനുഭവിക്കുന്ന സമയമാണ്. മനുഷ്യവംശത്തിൻ്റെ മേൽ കർത്താവിൻ്റെ സ്നേഹം സമൃദ്ധമായി ചൊരിഞ്ഞ സമയം. തിന്മയുടെ മേൽ കർത്താവിൻ്റെ സ്നേഹവും കരുണയും വിജയം വരിച്ച ആ ഒരു വലിയ നിമിഷം. ഈ ഒരു നിമിഷം കർത്താവിൻ്റെ ഹൃദയത്തിലെ സ്നേഹവും കർത്താവിൻ്റെ ആ ഒരു വലിയ കരുതലും കരുണയും ഒക്കെ അനുഭവിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ആയിരുന്നു കൊണ്ട് ലോകം മുഴുവനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമ്മൾ നടത്തുക. ഇന്നത്തെ ദിവസത്തിൻ്റെ വലിയ പ്രത്യേകത കർത്താവിൻ്റെ തിരുഹൃദയ തിരുനാൾ നമ്മൾ സഭയിൽ ആഘോഷിക്കുന്ന ദിവസമാണ്. ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്വരൂപമൊക്കെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വണങ്ങുകയും അത്രമാത്രം ഹൃദയത്തിലേക്ക് ആഴത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഈശോയുടെ ഛായാചിത്രമാണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെത്. ഈ ഒരു തിരുഹൃദയ ഭക്തി 17-ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ ശക്തമാകുന്നു. വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക് എന്ന വിശുദ്ധിക്ക് ഈശോ നൽകിയ വലിയ വെളിപ്പെടുത്തലുകളാണ്. ആ ഒരു ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു തിരുഹൃദയ തിരുനാളൊക്കെ കൂടുതൽ ശക്തമായി സഭയിൽ കൊണ്ടുവരുന്നത്. ഈ ഒരു തിരുനാളിലൂടെയൊക്കെ ഏറ്റവും ശക്തമായി കർത്താവിൻ്റെ ആ ഹൃദയത്തിലെ സ്നേഹം എന്തുമാത്രമുണ്ടെന്ന് തിരിച്ചറിയുവാനും ആ സ്നേഹത്തിൽ എനിക്കും നിങ്ങൾക്കും നമുക്ക് ഓരോരുത്തർക്കും സ്ഥാനമുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയണമെന്നുള്ളതാണ് സഭ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ തിരുവചനം പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഒരവസ്ഥ ഒത്തിരിയേറെ ടെൻഷനിലൂടെയും ഒത്തിരിയേറെ ആകുലതകളിലൂടെയും നൊമ്പരങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്നു. കുടുംബജീവിതത്തിൻ്റെ ആ ഒരു അവസ്ഥകൾ നോക്കിക്കഴിഞ്ഞാൽ മാതാപിതാക്കളെക്കുറിച്ചുള്ള വേദനകൾ, മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ, ശാരീരികവും മാനസികമായി രോഗാവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോൾ ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ, അത്രമാത്രം ഒരു അസ്വസ്ഥതകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നത്, എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അത്രമാത്രം ഹൃദയവിശാലതയോടെ കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നത്, നിൻ്റെ ജീവിതത്തിൽ തകർന്നു പോകാനായി സാധ്യതയുള്ള സാഹചര്യങ്ങളുണ്ട്. നിന്നെ വേദനിപ്പിക്കുന്നതും നൊമ്പരപ്പെടുത്തുന്നതും ഭാരപ്പെടുത്തുന്നതുമായ സാഹചര്യങ്ങളുണ്ടെങ്കിലും
നിനക്ക് ആശ്വാസം തരാൻ, അഭയം തരാൻ ഞാനുണ്ട് എന്നുള്ള കാര്യം വചനം ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും 11-ാമത്തെ അധ്യായത്തിൻ്റെ 29-ാമത്തെ വചനം പറഞ്ഞു, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും. ഈശോയുടെ സ്നേഹത്തിൻ്റെ, ഈശോയുടെ ഹൃദയത്തിൻ്റെ ആ ഒരു വലിയ ഒരു വെളിപ്പെടുത്തലാണ്. എപ്രകാരമുള്ളൊരു ഹൃദയമാണ്, എപ്രകാരമുള്ളൊരു ഹൃദയത്തോടു കൂടെയാണ് കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് വചനം പഠിപ്പിക്കുന്നു. കർത്താവ് ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വലിയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ശാന്തതയാണ്. ഇത്രമാത്രം ശാന്തതയോടെ, ഇത്രമാത്രം ആ ഒരു ഹൃദയവിശാലതയോടെ കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ചെറിയൊരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ടുകളോ ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന അനുഭവങ്ങൾ പലപ്പോഴും നമുക്കുണ്ടാകും. ചെറിയ സാഹചര്യങ്ങളാണെങ്കിലും അതിനെതിരെ പരാതികളൊക്കെ പറഞ്ഞ് അതിനെ വലുതാക്കാനായിട്ട് പരിശ്രമിക്കുക. പലപ്പോഴും നമുക്ക് അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. കുടുംബത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോഴാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ചെറിയൊരു ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, ശാന്തത പലപ്പോഴും കൈമോശം വന്നു പോവുകയും അവിടെയൊക്കെ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാനും കർത്താവിൻ്റെ ഹൃദയത്തിലെ ആ ഒരു വലിയ ഹൃദയവിശാലതയും ശാന്തതയും വിനയവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അഭ്യസിക്കാനാണ് ഈ ഒരു തിരുനാൾ നമ്മളെ ഓർമ്മപ്പെടുത്തുക. പിന്നെ നമ്മൾ തിരുഹൃദയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പ്രധാനമായും 3 കാര്യങ്ങളാണ് തിരുഹൃദയത്തിൽ കാണുക. 1, ആഴമായ സ്നേഹം. എനിക്കും നിനക്കും വേണ്ടി മുറിയപ്പെട്ട ഈശോയുടെ തിരുഹൃദയത്തിൽ നമ്മൾ കാണുക ആഴമായ ദൈവത്തിൻ്റെ സ്നേഹമാണ്. നമുക്ക് വേണ്ടി ഇത്രമാത്രം കർത്താവിൻ്റെ ഹൃദയം കുത്തിത്തുറക്കണമെങ്കിൽ, കുത്തിത്തുറക്കാൻ അനുവദിച്ചെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മളോടുള്ള അനന്തമായ അവാച്യമായ സ്നേഹമാണ്. ഈ ഒരു സ്നേഹം മനുഷ്യമക്കൾ തിരിച്ചറിയണമെന്നുള്ള കാര്യം ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന ആ ഒരു വലിയ ഒരു സവിശേഷത എന്ന് പറയുന്നത് കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ആ ഒരു വലിയ പരിശുദ്ധിയാണ്. ഇത്രമാത്രം വിശുദ്ധിയോടുകൂടെ, ഇത്രമാത്രം പരിശുദ്ധിയോടുകൂടെ തൻ്റെ ജീവിതത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന പരിശുദ്ധനായ ഈശോയുടെ ആ ഒരു വലിയ സ്വഭാവ സവിശേഷതയാണ് തിരുഹൃദയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക. വീണ്ടും 3-ാമതായിട്ട് നമ്മൾ തിരുഹൃദയത്തിലേക്ക് നോക്കി ധ്യാനിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ പ്രാർത്ഥിച്ചത്, ഈശോയെ എൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ. കാരണം കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ നിന്നാണ് ഈ ഒരു വലിയ കർത്താവിൻ്റെ കാരുണ്യ മനുഷ്യവംശത്തിലേക്ക് ചൊരിയുന്നത്. കാരണം അത്രമാത്രം സ്നേഹവും കരുണയും നിറഞ്ഞിരിക്കുന്ന ഹൃദയമാണ് കർത്താവിൻ്റെത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിച്ച് ഈ ഒരു തിരുനാളിൻ്റെ ആ ഒരു സവിശേഷതകളെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഒരു വലിയ കൃപകൾ ലഭിക്കുവാൻ കർത്താവിൻ്റെ തിരുഹൃദയം പോലെ കർത്താവ് ഞങ്ങളുടെ ഹൃദയവും മാറ്റണമേ. കളങ്കമില്ലാതെ കലർപ്പില്ലാത്ത ഒരു ഹൃദയത്തിനുടമയാകാനും ഹൃദയവിശാലതയോടെ, ഹൃദയ നൈർമല്യത്തോടെ, പരിശുദ്ധിയോടെ, കർത്താവെ കരുണയോടെ മറ്റുള്ള എല്ലാവരോടും പെരുമാറുവാനായിട്ടുള്ള കൃപ തരണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ഈശോ എല്ലാവരിലേക്കും ഇറങ്ങിച്ചെന്ന് എല്ലാവരെയും ഒരുപോലെ കാണാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചു. പാപികളായിക്കോട്ടെ, സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരായിക്കോട്ടെ, ഒറ്റപ്പെട്ടവരായിക്കോട്ടെ, സമൂഹം അവരെ കുറ്റക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പാപികളാണ് എന്ന് പറഞ്ഞ് മുദ്ര കുത്തിയവരായിക്കോട്ടെ, അവരോടൊക്കെ ഇത്രമാത്രം അനുകമ്പയോടെ പെരുമാറുന്ന ഈശോയെയാണ് നമ്മൾ കാണുക. വേണമെങ്കിൽ ഈശോയ്ക്ക് എല്ലാവരെയും വിളിച്ചു വരുത്തി പ്രസംഗമൊക്കെ പറഞ്ഞവരെ സമാധാനത്തിൽ പറഞ്ഞയക്കായിരുന്നു, നിങ്ങൾ പൊയ്ക്കോളൂ. പക്ഷേ അതിനേക്കാളും അപ്പുറത്ത് അനുകമ്പാർദ്രമായ ആ ഹൃദയത്തോടുകൂടെ ഈശോ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവരുടെ മുമ്പോട്ടുള്ള ജീവിതത്തെക്കുറിച്ചും ഈശോ ചിന്തിക്കുകയാണ്. അവർ വഴിയിൽ
തലകറങ്ങി വീഴാൻ സാധ്യതയുണ്ട്, ഭക്ഷണമൊന്നും കിട്ടാതെ. കാരണം 2 ദിവസമായിട്ട് വചനം കേട്ടുകൊണ്ട് എൻ്റെ കൂടെയാണ്. അവരെ അങ്ങനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അനുകമ്പ ഉണ്ടാകുന്നത് മാത്രമല്ല, അനുകമ്പയോടെ അവരോട് പെരുമാറുന്ന ഈശോയെ നമ്മൾ കാണും. എല്ലാം നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ ആ ഒരു വലിയ ഹൃദയത്തിൻ്റെ ആ ഒരു സവിശേഷതയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കും പ്രാർത്ഥിക്കാവുന്ന കാര്യം, ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ മധ്യത്തിൽ നമ്മളെ അനുഗ്രഹിക്കുവാനും നമ്മളെ സ്നേഹിക്കുവാനും നമ്മളെ ചേർത്ത് പിടിക്കാനും ഇതാ ദിവ്യകാരുണ്യത്തിൽ കർത്താവ് എഴുന്നള്ളിയിരിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം ആവോളം അനുഭവിക്കുവാൻ, ആ ഒരു സ്നേഹത്തിൽ നമ്മൾ അലിഞ്ഞു ചേരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് നമുക്ക് പ്രത്യേകമായൊരു തീരുമാനമെടുക്കാം. എൻ്റെ എല്ലാ കുറവുകളും മനസ്സിലാക്കി, എൻ്റെ ബലഹീനതകളും പോരായ്മകളും ഒക്കെ മനസ്സിലാക്കി എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമാണ് എനിക്കുള്ളത്. ഈ ലോകത്തിൽ ആരൊക്കെ എന്നെ വെറുത്താലും, ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ എന്നെ തള്ളിപ്പറഞ്ഞാലും എന്നെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ മുമ്പിലുണ്ട്. ആ ദൈവത്തിലാണ് ഞാൻ വിശ്വാസം അർപ്പിക്കുന്നത്. പ്രകാരമുള്ളൊരു വിശ്വാസ ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഒരു ശക്തിക്ക് നമ്മളെ തളർത്താനും തകർക്കാനും പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത, എനിക്കും നിനക്കും കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ സ്ഥാനമുണ്ട്. കാരണം അത്രമാത്രം സ്നേഹവും കരുണയും കരുതലും പരിശുദ്ധിയും നിറഞ്ഞതാണ് ഈശോയുടെ ഹൃദയം. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഇത്രമാത്രം ഹൃദയവിശാലതയോടെ, ഇത്രമാത്രം സ്നേഹത്തോടെ, കരുണയോടെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന നല്ല തമ്പുരാൻ്റെ പക്കലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച്, നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം, നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. താവേ, നിൻ്റെ സ്നേഹത്തിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ സമർപ്പിക്കുമ്പോൾ താവേ, നീ ഞങ്ങളുടെ ജീവിതത്തിലേക്കെല്ലാം ചെയ്തു തരുമെന്നുള്ള വലിയ ബോധ്യത്തോടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും, നമ്മുടെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ കാരുണ്യത്തിൽ ആശ്രയം വെച്ചിരുന്നു. കർത്താവെ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.